ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്നൊരു സിനിമ വരാൻ ഇനി 2-3 ദിവസം കൂടി കാത്തിരിക്കേണ്ടതുള്ളൂ. 23-ാം തീയതിയാണ്, ജനുവരി 23-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. പക്ഷെ വളരെ കുറഞ്ഞ തിയേറ്ററുകളിലാണ് സിനിമ ചാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാൻ സാധിച്ചത്. കാരണം മമ്മൂട്ടി കമ്പനി ഈ സിനിമ വളരെ എന്താ പറയുക, ഓവറായിട്ടുള്ള പ്രതീക്ഷകൾ കൊടുക്കാതെയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സിനിമ ആയതുകൊണ്ടായിരിക്കാം ഓവറായിട്ട് എക്സൈറ്റായിട്ട് ആളുകൾ ഇനി എന്തെങ്കിലും പ്രശ്നം സിനിമയെ ബാധിക്കാതിരിക്കാനായിരിക്കാം അങ്ങനെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ടീസർ ഇറങ്ങിയ സമയത്ത് ഞാനും ക്രിട്ടിസൈസുമായിട്ട് ഞാനും ഈ സിനിമ അത്ര നന്നാവില്ല എന്നുള്ള രീതിയിൽ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് 1-2 വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കാണുന്ന നേരത്ത് വളരെ സിമ്പിളായിട്ടൊരു മമ്മൂക്ക സിനിമ വരികയാണെങ്കിൽ ആളുകൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്രയും വർഷങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ നമുക്ക് ആകെ ഒരു വിശ്വസിക്കാവുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഗൗതം വാസുദേവ മേനോൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ വെറുതെ അദ്ദേഹം വന്ന് ഒരു സിനിമ ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി വിശ്വാസം കൂടിയിരിക്കുകയാണ് സിനിമയെക്കുറിച്ച്. എന്താ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ 2-3-4 കഥാപാത്രങ്ങൾ, ആ സിനിമയിലെ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് മമ്മൂക്കയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. 3-4 കഥാപാത്രങ്ങൾ ആ സിനിമയിലെ മമ്മൂക്ക താമസിക്കുന്ന ആ വീടിൻ്റെ ഓണറിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. 70-70 വയസ്സായിട്ടുണ്ട്, പക്ഷേ എന്ന് ചെറുപ്പം പോലെയാണ്, അമ്മ മനസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് റെൻറ്റ് കിട്ടുന്ന കാര്യമൊക്കെ കണക്കന്നെ എന്നുള്ള രീതിയിൽ റെൻറ്റൊന്നും കൊടുക്കാത്തൊരു വ്യക്തി പോലെ ആയിട്ടാണ് അതങ്ങനെ ഒരു കോമഡി റോളിലും ഒക്കെ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു കഥാപാത്രം. അതുപോലെ തന്നെ വിജയ് ബാബുവിൻ്റെ കഥാപാത്രത്തിനെ കുറിച്ച്, അതുപോലെ രണ്ടുപേരുടെ മറ്റേ നായികമാരായിട്ടുള്ള 2 പേരെ കുറിച്ചിട്ടുള്ളതും, അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഗോകുൽ സുരേഷിൻ്റെ കഥാപാത്രത്തെയും കാണിച്ചു കൊണ്ടുള്ളൊരു പോസ്റ്ററൊക്കെ വന്നപ്പോൾ കുറച്ചൊരു രസം പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ. എന്തായാലും വളരെ വ്യത്യസ്തമായുള്ളൊരു സിനിമയാകും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരിക്കലും ഒരു സിനിമ ഇപ്പോഴത്തെ അവസ്ഥയിൽ തകരാൻ നമുക്ക് മനസ്സില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഭീഷ്മപർവം മുതൽ എല്ലാ സിനിമകളും വിജയിച്ചു വന്നുള്ളൊരു ഈ സാഹചര്യത്തിൽ അതിൻ്റെ ഇടയിൽ ആകെ കൂടിയിട്ട് ക്രിസ്റ്റഫർ എന്ന സിനിമ മാത്രമാണ് കുറച്ചൊരു വീഴ്ച വന്നുള്ള സിനിമ. പിന്നെ പറയുകയാണെങ്കിൽ ഏജൻറ്റ് എന്ന് പറഞ്ഞ സിനിമ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, അത് തെലുങ്ക് സിനിമയായിരുന്നു. ബാക്കിയുള്ള എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയം കൈവരിച്ച സിനിമകളാണ് കുറച്ച് വർഷങ്ങളായിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ നല്ല രീതിയിൽ സിനിമകൾക്ക് വിജയിച്ച വർഷങ്ങളാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമ പരാജയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വിഷമം. ഞാൻ 1-2 വീഡിയോ ചെയ്ത് ഈ സിനിമ വിജയിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ നമ്മുടെ മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന പലരും തന്നെ ബാഡ് കമൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എന്നാലും ദാസേട്ടാ സിനിമ വിജയിക്കും, താൻ എന്താ അങ്ങനെ പറയണമെന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ വളരെ സിമ്പിളായാലും ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂക്കയുടെ സിനിമ വരുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ് എപ്പോഴും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ, ആ വിഷമം ഉണ്ടാവാതിരിക്കാനാണ് ഞാനങ്ങനെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി സിനിമയ്ക്ക് ഇത്തിരിയും കൂടി വിശ്വാസം കൂടിയിരിക്കുകയാണ്. സിനിമ എന്തായാലും 23-ാം തീയതി ഇറങ്ങും. നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനിടയിൽ ഇപ്പോൾ വേറൊരു വിഷമം പറയാനുള്ളതെന്ന് വെച്ചാൽ ആവനാഴി എന്ന സിനിമ ഈ ഗ്യാപ്പിൽ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോകുകയാണ്. കാരണം മമ്മൂക്കയുടെ സിനിമ, പഴയ സിനിമകൾ എത്ര ഹിറ്റായുള്ള സിനിമകളാണ്. അപ്പോൾ വല്യേട്ടനായാലും അതുപോലെ തന്നെ ആവനാഴി ഏറ്റവും വലിയ ഹിറ്റായുള്ള സിനിമയാണ്. പക്ഷേ അത് ഒക്കെ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ മറ്റൊരു നടൻ
ലാലേട്ടൻ്റെ സിനിമ ഇവിടെ ദേവദൂതൻ, മറ്റൊരു നടനല്ല, ലാലേട്ടൻ്റെ സിനിമ ദേവദൂതനും അതുപോലെ തന്നെ മണിച്ചിത്രത്താഴും ഒക്കെ വന്ന് അത്യാവശ്യം സ്പടികമൊക്കെ വന്ന് അത്യാവശ്യം തിയേറ്ററിൽ ആളുകൾ കയറിയതാണ്. അത് കണ്ട് മമ്മൂക്കയുടെ സിനിമ റിലീസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് മുമ്പ് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ കുറച്ച് വർഷങ്ങളായിട്ട് ലാലേട്ടൻ എന്താ പറയുക, ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ പഴയ സിനിമകൾ തന്നെയാണ് എപ്പോഴും എല്ലാവരും പറയുക. ലാലേട്ടൻ്റെ പുതിയ സിനിമകളെക്കുറിച്ച് ആരൊന്നും പറയാറില്ല. ഇപ്പോൾ നല്ലൊരു അഭിനയമുള്ള സിനിമ എന്ന് പോലും പറയാൻ അടുത്ത കാലത്ത് ലാലേട്ടൻ്റെ ഒരു സിനിമ പോലും വന്നിട്ടില്ല. പഴയ സിനിമകളെക്കുറിച്ച് മാത്രം പറയണം. മമ്മൂക്ക എല്ലാ തവണയും അവാർഡിന് മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ സിനിമയായാലും അവാർഡിന് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സിനിമ, അതിന് മുമ്പത്തെ വർഷത്തിലായാലും അങ്ങനെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കൂടെ മത്സരിക്കാൻ തയ്യാറായിട്ട് എല്ലാ വർഷവും നിൽക്കുന്ന മമ്മൂക്കയുടെ സിനിമ, പഴയ സിനിമ കാണാനല്ല നമുക്ക് താല്പര്യമുള്ളത്. മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമകൾ എന്ന് പറഞ്ഞാൽ പഴയ സിനിമകളൊക്കെ ഹിറ്റായിട്ടുണ്ടെങ്കിലും നല്ല സിനിമകളാണെങ്കിലും ഏറ്റവും നല്ല സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പുതിയ പുതിയ സിനിമകളാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ പഴയ സിനിമകളാണ് ആൾക്കാർക്ക് കാണാൻ ആഗ്രഹം. അതുകൊണ്ട് തന്നെ പുതിയ ലാലേട്ടൻ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് പഴയ ലാലേട്ടൻ്റെ സിനിമകൾ വരുമ്പോൾ അവർ കാണാൻ പോകുന്നത്. അത് നോക്കിയിട്ട് മമ്മൂക്കയുടെ പഴയ സിനിമകൾ ഇറക്കാൻ ഇറക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ, തൃശ്ശൂർ.